ഹലോ, മഞ്ജുസ് ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് ചക്ക ബിരിയാണി ആയിട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള മൽപ്പിടുത്തമായിട്ടോ ചക്കയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ചക്ക വെട്ടി വൃത്തിയാക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും ആ കഷ്ടപ്പാടിന് ഫലം കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കഷ്ടപ്പെടാൻ തയ്യാറാവുമല്ലേ. ചിക്കൻ മേടിച്ചപ്പോൾ ചക്കയും കിട്ടി. അപ്പോൾ വിചാരിച്ച് ചക്ക ബിരിയാണി തന്നെ ആക്കാമെന്ന്. ചക്കയെല്ലാം പാത്രത്തിലോട്ട് എടുത്തിട്ടുകൊണ്ടിരിക്കുകയാണ്. കയ്യിൽ മൊത്തം ചക്കരക്കായി. ഇനി അത് വൃത്തിയാക്കാൻ കുറേ പാടാണ്. ചുളകൾ ചെറുതായിട്ട് അരിഞ്ഞിടുകയാണ്. ചുളച്ചിരി കട്ടി കൂടുതലായതുകൊണ്ടിന്ന് കുക്കറിലാണ് കേട്ടോ വയ്ക്കുന്നത്. നന്നായിട്ട് വിളഞ്ഞ ചക്കയായിരുന്നേ. അതുമാത്രമല്ല വലിയ ചുളയായതുകൊണ്ട് അരിഞ്ഞെടുക്കാനും പാടില്ലായിരുന്നു. ചക്കയെല്ലാം അരിഞ്ഞെടുത്തു. ഇനി ഇത് കഴുകിയെടുക്കാം. കഴുകി വാരി ഒരു പാത്രത്തിലേക്കിടാം. ചിക്കന് വേണ്ടിയിട്ടുള്ള സവാള, വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി ഇവയെല്ലാം ഞാൻ നേരത്തെ അരിഞ്ഞു വെച്ചായിരുന്നേ. ഒരു പച്ചമുളക്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ വലുതായിട്ട് നീളത്തിനാണ് അരിഞ്ഞിരിക്കുന്നത്. കുക്കർ അടുപ്പി വെച്ചതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് പെരിഞ്ചീരകം, കറുകപ്പട്ട ഇവയെല്ലാം ഒന്ന് പൊട്ടിയതിന് ശേഷം അരിഞ്ഞു വച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കൂടി ഇട്ട് ഒന്ന് വരണ്ടതിന് ശേഷം വെളുത്തുള്ളിയും ഇഞ്ചിയും അതിലേക്കിടാം. കുറച്ച് കറിവേപ്പില, ഉപ്പ്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും നീളത്തിനാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ചതച്ച് വേണമെങ്കിൽ ഇടാവുന്നതാണ്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇഞ്ചി കടിക്കാൻ കിട്ടുന്നത് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അരിഞ്ഞിട്ടിരിക്കുന്നത്. സവാളയെല്ലാം ചെറുതായി മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, ഗരം മസാല, മുളക് പൊടി, ഈ 3 മസാലകൾ മാത്രമേ ഞാൻ ചേർക്കാറുള്ളൂ. ഇങ്ങനെ തന്നെ ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. മസാലയുടെ പച്ചമണം മാറിയതിന് ശേഷം തക്കാളി ഇട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇളക്കി നന്നായി യോജിപ്പിച്ചെടുക്കാം.
നന്നായിട്ട് വരണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കിനി ചക്ക ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആ ചക്കയും കൂടി ഇടുമ്പോൾ എന്ത് ഭംഗിയാണല്ലേ കാണാൻ. ചിക്കന് മാത്രമേ ഉപ്പിട്ടിട്ടുള്ളായിരുന്നു. ഇനി ചക്കയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ചിക്കനും ചക്കയും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അതിലേക്ക് ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുക്കർ അടച്ച് വെച്ച് ഒരു 3 വിസിൽ കേൾക്കുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. മൂടി തുറന്നപ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഇത് കഴിക്കാൻ തോന്നുന്നു. ഇത് നന്നായി ഒന്ന് ഇളക്കി ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ചക്ക ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഞാനിതൊന്ന് കഴിക്കട്ടെ. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു.